നഫ്സിൻ്റെ ന്യൂനത അറിയണം അതിനുണ്ട് സുഹൃത്തുക്കളെ വഴിനാല് പറയുന്നുണ്ട്. നഫ്സിൻ്റെ ന്യൂനത വേണ്ട പോൽ അറിയുന്ന ശൈഖോടടുത്തിരിക്കേണ്ടതും അതിലൊന്ന. തെറ്റൊന്ന് കണ്ടാൽ ഗുരു തിരുത്തും ഉടനടി, അതബോടെ താഴ്മയിൽ തന്നെ നിന്നോ ചൊൽപ്പടി. നിനക്കുള്ള രോഗം കണ്ടറിഞ്ഞാൽ വേണ്ടത് ഉടൻ തന്നെ ചെയ്യാൻ അറിവവർക്കാണുള്ളത്. ദീനുള്ള ഒരു സഹപാഠിയാണേ രണ്ട്, കറുപ്പക്കയും കണ്ണാടിയിൽ തെളിവുണ്ട്. തെറ്റൊന്നു കണ്ടാൽ അവരുടൻ തിരുത്തിത്തരും, ഉപദേശവും മറ്റാരും അറിയാതായി വരും. മൂന്നാവിരോധികൾ സോദരാ നിനക്കുള്ളത്, പരസ്യപ്പെടുത്തും കുറ്റമേതും നിൻ്റത്. അപ്പോൾ നിനക്കതിൽ നിന്ന് പിന്മാറാൻ വഴി കാട്ടിത്തരുന്നതു തന്നെയാണാവാ മൊഴി. നീ പൊതുജനങ്ങളിൽ ഇടപെടൽ നാലാണ്, അവർക്കുള്ള ന്യൂനത അറിയുവാൻ വഴിയാണ്. അതു നിന്റെ നഫ്സിൽ ഉണ്ട് എന്നാൽ പിന്നെ ക്ഷണം ശുദ്ധിയാക്കി എടുക്കുവാൻ തുനി പൊന്നേ. ചോദിച്ചൊരാൾ റൂഹുള്ളയോടായി തങ്ങളെ, പഠിപ്പിച്ചതാരാണത് നബിയെ നിങ്ങളെ? പടുജാഹിലിൻ്റെ പ്രവൃത്തി ഞാൻ കാണുന്നതാ, അത് കണ്ട് ഒഴിഞ്ഞു ഞാൻ നടക്കുന്നതാ. പലതവണ പലരിൽ നിന്ന് പിഴവുകൾ വന്നതും ഞാൻ കണ്ടൊഴിഞ്ഞതിലാണ് അദബ് ലഭിച്ചതും. നോക്കാം മുകാശിഫത്തുൽ ഖുലൂബിൽ ഉണ്ടിത് 361 പറയുന്നത്. കൽബിൻ്റെ ചിന്ത മുബാഹിലായാൽ തന്നെ ഗുൽമത്ത് പിടിപെടും അതിന് എന്നാ പൊന്നേ. അപ്പോൾ ഹറാമായി വന്നു തദ്ബീറെങ്കിലെ സ്ഥിതിഗതികൾ എന്തായി വരും അതിൽ അന്ത്യത്തിലെ. കസ്തൂരി വീണ് പകർച്ച വന്നാൽ വെള്ളവും വുളുവിന് പറ്റുകയില്ല എന്ന നിയമവും. തലയിട്ട് വെള്ളമിൽ പട്ടിയെന്നാൽ പിന്നത് വുളുവിന് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇതുപോലെ ഇബ്നുൽ ജൗസിയ പറയുന്നത് റൂഹുൽ ബയാൻ 88 ഇതുകൊണ്ട് തന്നെ ദിവ്യരിൽ ചില വ്യക്തികൾ പറയുന്നതും ചിന്തിക്കുവാൻ ഈ വാക്കുകൾ. കൽബിൻ്റെ ചിന്ത മുബാഹിലായാൽ നിത്യവും ഇല്ലേ മുനാജാത്തിൽ രസം പിന്നൽപ്പവും. കൽബിൻ്റെ ചിന്തകൾ നല്ല രീതിയിലാക്കണേ, റബ്ബെ ഹറാമിൽ നിന്നതും ഒഴിവാക്കണേ. നബിതങ്ങളിൽ ഗുണം ചെയ്യണേ റഹ്മാനേ, അസ്ഹാബ് ആരിലും നിത്യവും നീ കോനേ.